ഈ റെയ്ഡിനെ കുറിച്ചും അതുപോലെ കമ്പനിയെ കുറിച്ചും പ്രത്യേകിച്ച് മരിച്ചുപോയ ചെയർമാനെ കുറിച്ചും വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രസ് മീറ്റ് നടത്താം എന്ന് തീരുമാനിച്ചത്. പലരെയും വ്യക്തിപരമായിട്ടെല്ലാം അതിൽ അവർ അധിക്ഷേപിച്ചും ചില കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ, അതായത് യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊരു നല്ലൊരു പത്രപ്രവർത്തനമാണോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് പറഞ്ഞാൽ നമ്മളൊട്ടും അതിനെ അംഗീകരിക്കില്ല. പക്ഷെ നമ്മൾക്കതിന് എതിരായിട്ട് നിൽക്കാനോ അതിനെതിരെ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കില്ല. പിന്നെ നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ അവർക്കെല്ലാം ഇത് മനസ്സിലാവും. പലരും ധാരാളം പേര് എനിക്ക് വാട്സപ്പ് അയക്കുകയും അതുപോലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പല മീഡിയക്കാരും പല മെയിൻ സ്ട്രീം മീഡിയക്കാരും എല്ലാം എന്നെ വിളിച്ചിരുന്നു. ബട്ട് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അവരുടെ വേറെ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സെല്ലാം അവർ പറഞ്ഞിരുന്നത് കമ്പനിയിലെ ED റെയ്ഡാണ്. അത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് മാറി. പിന്നെ അവർ പറയുന്നത് PMLA ആണ്, ഫെമയാണ്, അതുപോലുള്ള ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു കോലാഹലം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു അത്. ദയവ് ചെയ്ത് നിങ്ങളും ഈ പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുക, ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏജൻസിയും നേരത്തെ പറഞ്ഞ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷനാണ്. ഇതുപോലെ GST നടക്കാറുണ്ട്. 2 വർഷം മുമ്പ് GST ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സുകളാണ് ഇതുപോലുള്ള ഇൻകം ടാക്സും GST അതുപോലുള്ള വരുമാനങ്ങൾ ഒളിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും. പൊതുവെ എന്താ പറയുക, തെറ്റുകൾ പറ്റിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഇത് വരുന്ന ആൾക്കാരെ ഇതിനെല്ലാം ഈ ED അല്ലെങ്കിൽ PMLA മറ്റൊന്നും ജനങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്കൊരു 16,500 ക്ലയൻസ് ഉണ്ട്. ഇവരെല്ലാം അവരുടെ ഹാർഡ് ഏൺ മണി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ മെയിലുകളും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു. അവർക്കെല്ലാം പൂർണ്ണമായും ധൈര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊരിക്കലും പറ്റിക്കപ്പെടില്ല. കാരണം ഇവിടെ 2026 ഓഗസ്റ്റ് 1-ാം തീയതി ഈ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരാളുടെ ഒരു രൂപ കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്നസത്യം. അപ്പോൾ ഇതൊരു ഉത്തരവാദപ്പെട്ട കമ്പനിയാണ്. ഉത്തരവാദിത്ത രീതിയിൽ എല്ലാം നടത്തിക്കൊടുക്കുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രിൻസിപ്പിള്. അതുതന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും. ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, ഈ കമ്പനി കള്ളക്കടത്തും അതുപോലെ തന്നെ മറ്റുള്ള മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പല മീഡിയകളും, നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമല്ല, ഇതിവിടെയുള്ള ആൾക്കാരല്ല, യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക പ്രയാസങ്ങളുണ്ടാക്കി. പക്ഷെ ഞങ്ങളറിയാവുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമായിരുന്നില്ല. ഈ കമ്പനിയിൽ ഇതിപ്പോഴുള്ള കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ചെയർമാൻ, അദ്ദേഹത്തെ
ഞാൻ അതിൽ കഴിഞ്ഞ് യൂട്യൂബിൽ പറഞ്ഞിരുന്നു, സ്കാവഞ്ചേഴ്സ് ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ അനിമൽസിനെ പോലെ മരിച്ചു കിടക്കുന്ന അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതൊരു എന്തെന്നാ പറയാൻ ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അതൊരു വളരെ മ്ലേച്ഛകരമായ കാര്യമായിരുന്നു. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയുക വിമർശിക്കാൻ, മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടിൽ എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത്, എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത്, ആരുടെ പൈസയാണ് അല്ലെങ്കിൽ ആരുടെ ധനങ്ങളാണ് അടിച്ചു മാറ്റിയത്. അതല്ലല്ലോ അതിൻ്റെ കാര്യം. ഒരാൾക്ക് പോലും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് നഗ്നസത്യം. കാരണം ഞാനിവിടെ 20 വർഷമായിട്ട് ഇവിടെയുണ്ട്. 10-12 വർഷമായിട്ട് ഞാൻ MD ആയിട്ട് ജോലി ചെയ്യുന്നു, MD ആയിട്ടിരിക്കുന്നു. 2012 തൊട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ സഹ ഡയറക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾക്കിവിടെ നടക്കുന്ന ഓരോ കാര്യം ചെയർമാൻ ഇടപെടാറില്ല. ഇത് സത്യത്തിൽ ഇത് ബാംഗ്ലൂർ വേറൊരു ഡിവിഷനും ഇത് കേരളം വേറൊരു ഡിവിഷനും എന്ന നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ഇടപെടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഈ കമ്പനിയിൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സാമ്പത്തികമായുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും, അത് തിരിച്ചും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും കമ്പനി നടത്തിയിട്ടില്ലെന്നുള്ളത് സത്യമായ കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു ന്യൂസ് വന്നിരുന്നു. മനോരമ പ്രിന്റ് മീഡിയ അല്ലേ, അവരുടെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലൊരു വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ, ഇത് രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ രണ്ടാമനായിട്ട് നിൽക്കുന്ന ഒരാൾ, മന്ത്രിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ മഹത് വ്യക്തി പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് പല പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തു, അതുപോലെ തന്നെ വിദേശത്തും മറ്റും ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും അദ്ദേഹം. പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു, ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഒരാൾ പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസുകെട്ടുകളൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതിയ ചെയർമാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫാക്ടറായിരുന്നു. പുള്ളി എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തു. അതങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ ആയിരിക്കും, മാക്സിമം 20 ലക്ഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു വിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ് 0 ഇൻവെസ്റ്റേഴ്സ്.
കമ്പനി സീറോ ഡെറ്റാണ്, സീറോ ഇൻവെസ്റ്റേഴ്സ്, ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. ബട്ട് നമ്മുടെ ക്ലയൻസ്, ഞങ്ങളുടെ ക്ലയൻസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രിൻസിപ്പൾ സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ. നമ്മളെല്ലാവരും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഡെയിലി അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ചെയർമാനായിരുന്നാലും അദ്ദേഹവും 18 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യും. ഞാനായാലും അങ്ങനെ തന്നെ, ഇവരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ നല്ലൊരു ഹാർഡാണ്, അല്ലാതെ വെറുതെ. പിന്നെ ചെയർമാന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവും. അത് ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ബ്രാൻഡിങ് വേണം. ഈ ബ്രാൻഡിങ്ങിൽ ഒരു ബ്രാൻഡില്ലാതെ നമ്മളൊരു സാധാരണ ഒരു കമ്പനിയെ പോലെ പോയാൽ നമ്മൾ ബിസിനസ് നടത്താൻ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഇതൊന്നും ഫേക്ക് ഉള്ളതല്ല, ഒന്നും ഫേക്കല്ല, എല്ലാം റിയാലിറ്റിയാണ് അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെയർമാൻ തന്നെ പറയാറുണ്ട്, ഈ കമ്പനിയിൽ 2 മണിക്കൂറിലെ സീനിയർ മാനേജ്മെന്റ് ഇല്ലാത്ത സമയമുള്ളൂ 24 മണിക്കൂറുള്ളിൽ. ചെയർമാൻ രാത്രി കിടക്കുന്ന 2 മണിക്കായിരിക്കും, ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും. ആ 2 മണിക്കൂറല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു ഓൾഡ് സ്പേസ് ഇല്ല എന്നുള്ള സത്യം. അത് ഇദ്ദേഹം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും അതുപോലുള്ള ഒരു വെച്ച് പുലർത്തുന്ന കമ്പനിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. എനിക്ക് എൻ്റെ ക്ലയൻസിനോട് പറയാനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം മരിച്ചത്. ഞായറാഴ്ച ഫ്യൂണറൽ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങളെല്ലാ സൈറ്റുകളും ഫുൾ സ്വിങ്ങിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ദിവസങ്ങളിൽ എല്ലാവരും ബാംഗ്ലൂർ വരേണ്ടതെന്നുകൊണ്ട് അങ്ങനെ നടന്നു. എല്ലാ വർക്കുകളും ഫുൾ സ്വിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പ്രോജക്റ്റുകളും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങൾക്കുള്ളതാണ്. ഇവിടെ വേറെ ചെയർമാൻ്റെ മരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഡിലേ ആക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഇത് പ്യൂർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവിടെയും ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലയൻസിനൊന്നും ഒരിക്കലും അവരുടെ ആ ആശങ്കകളുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ പറയാം. ബാംഗ്ലൂരാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ചെയർമാനാണ് നോക്കിയിരുന്നത്. അപ്പം ആ ഒരു ഉള്ളിടെ വിയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷെ അവിടെ അപ്പാർട്ട്മെൻറ്റുകളെല്ലാം അദ്ദേഹം പ്രോജക്റ്റുകളെല്ലാം തീർത്തു. 2 ടവറിൻ്റെ പെയിൻറ്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അതൊരു 2 മാസത്തിനുള്ളിൽ തീർന്ന് അതെല്ലാം തീർന്നു. അപ്പോൾ അവിടെയുള്ള ക്ലയൻസിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല. പിന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് 3 വർഷം മുമ്പ് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പോകുന്നത്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നോട് MD നിങ്ങളിത് നിർത്തൂടെ, എന്നിട്ട് മാസ്റ്റർ ഡെവലപ്പർ ആവും, സ്ഥലം മേടിക്കും, ജോയിന്റ് ഡെവലപ്മെന്റ് വേണ്ടി കൊടുക്കുക, എസ്ക്രോ അക്കൗണ്ട് വഴി പൈസ എടുക്കുക, ഒരു തലവേദനയില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. അങ്ങനെ അവിടെ 10 ഏക്കർ 20 ഏക്കർ 50 ഏക്കർ 100 ഏക്കർ വരെ വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയുള്ള ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡെവലപ്പറാണ്, നമ്മളല്ല. അപ്പം അതുകൊണ്ട് അവിടെയും വളരെയധികം സുരക്ഷിതമാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഒരാൾക്കും ഇതിനെക്കുറിച്ച് ആവലാതി വേണ്ട എന്ന് ഞാൻ പറയുന്നു. പിന്നത്തെ പോയിന്റ്, ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. ഞാൻ കുറച്ച് പോയിന്റൊക്കെ എഴുതിയാൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി,
ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കമ്പനി ഇവിടെ കേരളത്തിൽ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞത്. അതിലിപ്പോൾ 8 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 12-ാം തീയതി കമ്പനിയുടെ 20ാമത്തെ ആനിവേഴ്സറിയാണ്. ആ ദിവസം ഞാൻ 2 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ 2 ദിവസം കഴിഞ്ഞ് 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് ഉള്ളതുകൊണ്ട് അത് ഞാൻ 14-ാം തീയതിക്ക് മാറ്റി. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പല ബിൽഡേഴ്സും വടികോൾ ദാറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, മണി നിരോധിച്ചില്ലേ, ഡിമോണിറ്റേഷൻ ഉണ്ടായപ്പോൾ പലരും സ്ലോ ചെയ്തു. അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ കുറേ ആൾക്കാരെല്ലാം സ്ലോ ചെയ്തു. ഞാനിത് പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, പക്ഷെ നമ്മൾക്ക് അത് നമ്മുടെ ത്രോട്ടിൽ ഫുള്ള് പോയിക്കൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിലും. ഒരു വിധത്തിലും ഒരു കാരണവശാലും നമ്മൾ സ്ലോ ചെയ്തില്ല. ഇനി വേറൊരു നഗ്നസത്യം ഞാൻ പറയാം. കോവിഡിന് ഇന്ത്യ മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുമ്പോൾ ലോകവും തന്നെ ഷട്ട് ഡൗൺ ആയിരുന്നു. ആ ഒരു മാസം കോൺഫിഡൻസ് ഗ്രൂപ്പ് 16 രൂപയുടെ സെയിൽസ് എടുത്തു എന്നുള്ള സത്യം. 16 കോടി രൂപയുടെ. കൊറോണ സമയം കഴിഞ്ഞു. മന്ത്ലി സാലറി എല്ലാവർക്കും അതേ ഡേറ്റിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ കൊറോണയുടെ ഇത്തരം രീതിയിൽ ഫിനാൻസ് എല്ലാ ബിസിനസ് മേഖലയിലും തകർത്തപ്പോഴും നമ്മളിവിടെ ബോണസ് വരെ കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ക്ലയൻറ്റ്സ്, ടുവേർഡ്സ് സ്റ്റാഫ്, ടുവേർഡ്സ് എവരിബഡി. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഒരു റിയാലിറ്റി ഷോകളൊക്കെ കൊണ്ടുവന്നു. അതിനെല്ലാം എങ്ങനെ നാടിന് അനുഗ്രഹമായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പൈസ മുടക്കി. ഓഫ്കോഴ്സ് ബ്രാൻഡിങ്ങിനുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പൈസ മുടക്കാൻ താല്പര്യം അതിനുള്ള മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മൾ വോൾച്ചേഴ്സിനെ പോലെ തിന്നണം ഇവിടെയുള്ള ആൾക്കാർ. ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും അതുപോലുള്ള മാധ്യമക്കാരുമില്ല. നിങ്ങളല്ല കേട്ടോ, സോറി, 100 യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ 3-4 പേരേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. മുഖ്യധാര മീഡിയ എല്ലാം ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇതിനകത്ത് വേറെ എന്താ പറയാനില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. അത് നിങ്ങൾ നല്ല രീതിയിലെടുത്ത് ചെയ്യുക. കാരണം ഞങ്ങളുടെ ക്ലയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയകൾ വഴിയേ എത്താൻ പറ്റുള്ളൂ. ഇന്നലെ ഞാനൊരു യൂട്യൂബ് കണ്ടു. അതിലും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നി. ചെയർമാൻ ബാംഗ്ലൂർ ഒരു വീട് വെക്കുന്നുണ്ട്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പാലസാണ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് പാലസ്. അത് അദ്ദേഹം വയ്ക്കുന്ന വീട് എനിക്കറിയാവുന്നതാണ്. 25-30 വർഷം മുമ്പ് വാങ്ങിച്ച, 35-40 വർഷം പഴക്കമുള്ള അന്നത്തെ അല്ല, ഒരു 10 വർഷം 15 വർഷം പഴക്കമുള്ളത്. ഇപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് 25 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അത് ഡിമോളിഷ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ പണിയുന്നു. 12 സെന്റിന്റെ അത് കോർമംഗലാണ് ആ വീട്. ഈ 12 സെന്റിൽ എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാമാണ് ഇവിടുത്തെ നമ്മളുടെ പല നെഗറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന യൂട്യൂബേഴ്സും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോഴും മുഖ്യധാരയിലുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മളതൊരു കൾച്ചറായിട്ട് എടുക്കുക. ഇതുപോലുള്ള നോൺസെൻസുകളൊക്കെ എല്ലാം നമ്മൾ പുറത്താക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ യൂട്യൂബേഴ്സിനെ കയറ്റാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു. നിങ്ങളെ
ആ ഒരു കൾച്ചർ എടുത്ത് ഇനിയുള്ള പ്രസ് മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ യെസ്, അതായത് പത്രധർമ്മം പക്ഷേ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിവായി. ഇതുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ലത് SIT തീരുമാനിക്കില്ല. അദ്ദേഹത്തിന് അതല്ല, റോയ് സാറിന് എന്ത് തോന്നി, എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതും എന്നോട് ഷെയർ ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ഒരു ഓവറോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ SIT തീരുമാനിക്കും. അവരതിനാണല്ലോ അവർ ഈ IT ഡിപ്പാർട്ട്മെൻറ്റുകാരെയും വിളിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം വിളിപ്പിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വിസിബിളി പുറത്ത് കമ്പനിയുടെ ഒരു രീതിയിൽ വിസിബിളി അങ്ങനെയൊന്നും കാണുന്നില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി കാണുന്നില്ല. അത് ഇപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാനതാ പറഞ്ഞത്, അതെല്ലാം കമ്പനിയുടെ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇതാണ് എന്നുള്ളത്. അത് അവരൊന്നും അത്ര മോശമായിട്ടൊന്നും ഒരു യെസ് റീസണബിളായിട്ടായിരുന്നു അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്കൾ തന്നെ ആ സഹോദരൻ്റെ ആരോപണം തള്ളുന്നുണ്ട്, സഹോദരനെ തിരുത്തുന്നുണ്ട്, എന്നിട്ട് പറയുന്നു അത് അറിയില്ലെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, റീസണബിൾ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, റീസണബിൾ പ്രത്യക്ഷത്തിൽ ആദായ വകുപ്പാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആരോപണം വരുന്നത് അവർക്കെതിരെയാണ്. പക്ഷെ താങ്കൾ അവരെ പൂർണ്ണമായിട്ടും വെള്ളപൂശുന്ന നിലപാടാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇല്ല, അന്ന് അദ്ദേഹം വന്നു, രാത്രി വെളുപ്പിന് 6-7 മണിയായപ്പോൾ വന്നു, 7-8 മണിയായപ്പോൾ പൂക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു ചാനൽക്കാർ, അത് രാത്രി മുഴുവനും ചാനലുകാരുണ്ടായിരുന്നു. അവർ ചോദിച്ചപ്പോൾ പ്രീമ ഫൈസ പുള്ളി പറഞ്ഞു ഇന്ന ആൾക്കാരാണ് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അതിൻ്റെ ഡെപ്ത് അറിയില്ലല്ലോ അദ്ദേഹത്തിന്. അല്ല, എന്തായാലും അത് ഡെപ്ത് എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ഭാഗത്ത് ശരിയാണ് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് നിയമ പോരാട്ടം നടത്താനും പറ്റില്ലേ? അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം ഇവിടെ വന്നു, ഒരു ഷോക്കിൽ ഇതെല്ലാം പറഞ്ഞു. ഷോക്കിൽ അങ്ങോട്ട് TV-ക്കാർ ചോദിച്ചോ പറഞ്ഞു. ഞാനൊരു എയർപോർട്ടിൽ വെച്ച് ഇതുമായിട്ട് എന്നോട് പല മാധ്യമക്കാരും ഞാൻ ഇതുമായിട്ട് ഒന്നും കമന്റ് പറയാനോ ഒരാൾക്ക് ഫീസ് കൊടുക്കാനോ നിന്നില്ല. കാരണം ഇതെല്ലാം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന കാര്യങ്ങളാണ്. നമ്മളത് പറയേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ മീഡിയ ആയാലും എന്തായാലും നമ്മളുടേതായ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ ഇല്ലെന്നുള്ള സത്യം. ഓക്കെ, എനിത്തിങ് എൽസ്? താങ്ക് യു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ മരണത്തിന് പിന്നാലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രതിനിധികൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. CJ റോയുടെ മരണത്തിന് പിന്നാലെ പല യൂട്യൂബർമാരും കുടുംബം തകർക്കുന്ന രീതിയിൽ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD ആയ TA ജോസഫ് പറഞ്ഞത്. ഇത്തരത്തിൽ വേട്ടയാടുന്നത് വളരെ മ്ലേച്ഛകരമായ കാര്യമാണെന്നും എല്ലാ ദിവസവും ആഘോഷിക്കുന്നതാണ് CJ റോയുടെ രീതി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ആദായ നികുതി പരിശോധന നടന്നത്. ഇതുപോലെ GST ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നടക്കാറുണ്ട്. 2016 ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുമായി കമ്പനി എല്ലാ രീതിയിലും സഹകരിച്ചു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും നന്നായിട്ടാണ് ഇടപെട്ടത്. ഇങ്ങനെ തന്നെയാണ് ബംഗളൂരുവിലും പരിശോധന നടന്നതെന്നാണ് കരുതുന്നതെന്നും TA ജോസഫ് പറയുന്നുണ്ട്. അന്വേഷണത്തിനെ ബാധിക്കുന്ന ഒന്നും പറയരുതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെന്നും അതിനാൽ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നുമൊക്കെയാണ് മാധ്യമങ്ങളോട് TA ജോസഫ് പറയുന്നത്.